ഇവൻ 6 മണിയായിട്ടാണ് പണിക്ക് പോവാന്ന്. പണിക്കാര് കൂലിപ്പണിക്ക് പോയിട്ട് വരണ്ടേ, ആദിവാസിയല്ലേ. നമുക്ക് പണിക്ക് പോകാതെ ഒരു 10 രൂപ കിട്ടില്ല. ഒരു മുതലാളിയും വെറുതെ ഇന്ന് ആരും കൊടുക്കൂല. ഇപ്പൊ പണിക്ക് പോയിട്ട് വരുന്ന 6-6:30 ആകുമ്പോഴാണ് ഇവിടെ ഇവൻ ആന ചവിട്ടി കൂട്ടുമ്പോ അവിടെ നോക്കി നിൽക്കുന്നത് ജനങ്ങൾ. അവർക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റുമോ? അവരും മനുഷ്യരുടെ ജീവിയല്ലേ. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചിട്ട് ആന കൊമ്പ് കൊണ്ട് കുത്തി അങ്ങോട്ട് വലിച്ചെറിഞ്ഞ്. ഇവിടെ ഒന്നും സർക്കാർ ഒരു നടപടി ഇന്ന് വരെ എടുത്തിട്ടില്ല. സർക്കാരുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഓ അത് നാളെ ചെയ്യാം, മറ്റന്നാ ചെയ്യാം. അതാണ് ഇവിടുത്തെ സർക്കാരിന്റെ നിയമം. പിന്നെ ഇപ്പൊ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു നടപടി. റെഞ്ചുണ്ട്, റെഞ്ചിൽ ആന വരുന്ന റെഞ്ചൊന്ന് താത്താനോ ഈ ഫെൻസിങ്ങോ ഒരു കറണ്ടോ കറണ്ട് കൊടുത്ത് സർക്കാർ വരെ. അവർക്ക് കറണ്ട് ഉണ്ടല്ലോ. പീസ് ഉരുക്കൊണ്ട് പോയ ബൾബ് കത്തുവോ? വെള്ളം ഇല്ലാതെ കഞ്ഞി വേകുവോ? വേകൂലല്ലോ. അതേ അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് വരെ. ഈ ഉള്ളിൽ ഫോറസ്റ്റ് മേഖലയിലായതുകൊണ്ട് ഒരു സർക്കാർ വരെ തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ കിടക്കുന്നത്. ചാകുന്നതും ചത്തോട്ടെ, ഒരു കോഴി മരിച്ച് നമ്മളൊരു കോഴി നടത്തിയിട്ട് അങ്ങനെ കൊണ്ട് കളയല്ലേ. അതേപോലെ ഒരു മനുഷ്യജീവിനെ കളയാൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന അങ്ങനെയാണിപ്പോ. ഇവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥലമല്ലേ? മാറി താമസിക്കാം ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇവരെ അതിന് അർഹതപ്പെട്ടിട്ടുമില്ല. അതാ ഗുണ്ടൂരി കോളനിയിലുണ്ട് 10-30 വീട്. ഡെയിലി 4 മണി കഴിഞ്ഞ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരു ഉദ്യോഗസ്ഥന്മാരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്കൊരു കടയിൽ വന്ന് ഒരു കിലോ 1/2 കിലോ ഉപ്പ് വാങ്ങണമെങ്കിൽ വെള്ളരി വരണം. വെള്ളരിയാണ് തൊട്ടടുത്ത്. ഇച്ചിരി പേടിയില്ലാത്ത നൂൽപ്പുഴ പോകാൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പോകണം. അത് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോ കിടക്കുന്നത്.